ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സോണി ZV-E10 കുറിച്ചാണ്. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മിറർലെസ് ക്യാമറ, അതും സോണിയുടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, വീഡിയോഗ്രാഫി ആയിട്ട് മെയിനായിട്ട് അവരത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ മോഡൽ ZV-E10 എന്ന് പറയുമ്പോൾ അവരുടെ ആ എക്സ്പാൻഷൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഫോട്ടോഗ്രാഫി കണക്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. മെയിനായിട്ട് നമുക്കിതിൽ എന്താ പറയുക, ഫ്ലാഷ് ഇല്ല, ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നില്ല, അതുപോലെ തന്നെ വ്യൂ ഫൈൻഡറും വരുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള ചേഞ്ചസ് വന്നേക്കുന്നത്. നിങ്ങൾ 6000 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഇതിൽ മെയിൻ ചേഞ്ചസ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വേർഷൻ 1 അവൈലബിൾ ആണ്, വേർഷൻ 2 അതായത് മാർക്ക് 2 എന്ന് പറഞ്ഞ മോഡലും ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പ്രൈസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ സാധനം ഇപ്പോഴും ഇത് 2 കൊല്ലം ഞാൻ ഉപയോഗിക്കുന്ന മോഡലാണ്. ZV-E10 നോർമലാണ്. ഇത് അന്ന് ലോഞ്ച് ചെയ്തിട്ട് ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ്. 63 റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോഴും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ, അതിൽ ഡിഫറൻസ് ഒന്നും ഇല്ല, ഇൻക്ലൂഡിങ് കിറ്റ് ലെൻസ്. നിങ്ങൾക്ക് ബോഡി മാത്രമാണെങ്കിൽ 52 റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ക്യാമറയുടെ പ്രൈസ് അങ്ങനെ വലിയ കുറഞ്ഞൊന്നും പോകുന്നില്ല, കൂടിയിട്ട് തന്നെ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിന് പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓൾമോസ്റ്റ് സിമിലർ എന്നല്ല, ഒരു 100% സിമിലർ എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഇത് വാങ്ങിച്ചതും 62 റേഞ്ചിൽ തന്നെയാണ്. ഇപ്പോഴും ആ പ്രൈസും കിറ്റ് ലെൻസ് കൂടി ആ പ്രൈസ് തന്നെയാണ്, സെയിം പ്രൈസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, മാർക്ക് 2 എഡിഷൻ ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 92 റേഞ്ചിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, കാണുമ്പോഴോ ഫിസിക്കൽ അങ്ങനെ സംഭവങ്ങളൊന്നും വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. പക്ഷെ എന്നാലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ചേഞ്ചസുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെൻസർ മാറിയിട്ടുണ്ട്, പ്രൊസസ്സർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി മാറിയിട്ടുണ്ട്. അതാണ് 3 മെയിൻ ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. സെൻസർ നമുക്കിപ്പോൾ ലേറ്റസ്റ്റിൽ വന്നേക്കുന്നത് 26 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 24.2 ആയിരുന്നു. പിന്നെ നമുക്കിതിൽ പ്രൊസസ്സർ ബയോണിക് X എന്ന് പറഞ്ഞ പ്രൊസസ്സറായിരുന്നു. ലേറ്റസ്റ്റ് വന്നതിൽ XR എന്ന് പറഞ്ഞ പ്രൊസസ്സറായിട്ടുണ്ട്, അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറായിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഫോക്കസ് പോയിന്റ് ലേറ്റസ്റ്റിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതിൽ 425 ആയിരുന്നു, ഇപ്പം നമുക്ക് 759 ആക്കിയിട്ടുണ്ട്. ഫോട്ടോ ഫോക്കസ് പോയിന്റ്സുകളുണ്ട്, ബാറ്ററി ലൈഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ചേഞ്ചസ് വന്നേക്കുന്നത്. പിന്നെ മെമ്മറി കപ്പാസിറ്റി, അതായത് ഇതിൻ്റെ കാർഡ് റീഡറിൻ്റെ റീഡിങ് കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട് മറ്റേൽ. അതാണ് മെയിൻ ചേഞ്ചസ്. ഓൾമോസ്റ്റ് 30,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു 60,000 രൂപയുടെ 65,000 രൂപ നിങ്ങളൊരു എന്താ പറയുക ഒരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോണി ZV-E10 ഇപ്പോഴും നോക്കാൻ പറ്റുമെന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസാണ് പറയാൻ പോകുന്നത്. ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 കൊല്ലമായി, ഇപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് 2 കൊല്ലം ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് എത്ര കംപ്ലയിൻറ്റ് വന്നു, സർവീസിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാണ്ട് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാം ചാനൽ മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്നിക്കൽ ഫിലിം എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിങ്കുകളൊക്കെ കിട്ടും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. മറക്കണ്ട, പേജ് ഫോളോ അടിച്ചിട്ട് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് അവിടെ നിന്ന് എല്ലാ സംഭവങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 62 റേഞ്ചിൽ തന്നെ എനിക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം ആ സമയത്ത് നമുക്ക് സോണിയൊക്കെ മിക്ക എല്ലാത്തിനും സോണിയും ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാനോണിൻ്റെ ക്യാമറയിലാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് 2 കൊല്ലമാണ് വാറണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സോണി അത് കൂട്ടിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 1 ഇയർ കിട്ടുന്നുണ്ട്, 3 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയാം, സർവീസ് ക്വാളിറ്റി, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഫുള്ളി പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ സോണി A64,000 തൊട്ട് അവരുടെ എന്താ പറയുക ഒരു മെറ്റൽ ബോഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക് ബിൽഡാണ്. നമ്മുടെ 6000 സീരീസും 6100 സീരീസൊക്കെ ആയിട്ട് സിമിലറാണ് ഈ സാധനം. പ്ലാസ്റ്റിക് എന്താ പറയുക, ബാഡ് ക്വാളിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങളൊരു ആദ്യമായിട്ട് ഒരു സോണി ക്യാമറ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ മെറ്റൽ സീരീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബിൽഡ് ക്വാളിറ്റിയിൽ ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നുള്ളൂ. അല്ലാത്ത പക്ഷം ടോപ്പ് ക്വാളിറ്റി തന്നെയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഇവിടെ മാത്രം ഒരു റബ്ബറൈസ് ഫിനിഷ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടീഷൻ കാണാം, ഇപ്പോഴും എന്താ പറയുക ഫ്രഷ് ന്യൂ കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നല്ല നീറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അത് വേറെ കാര്യം, സ്ക്രാച്ചസ് സംഭവമൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് കണ്ടീഷനായിട്ടിരിക്കുന്നത്. ഇതിനാകെ എനിക്ക് കംപ്ലയിൻറ്റ് വന്നത് ഇതിൻ്റെ ഈ നോബ് ഉണ്ടല്ലോ, മൈക്കിൻ്റെ നോബ് ഇപ്പോൾ അടയുന്നില്ല. അതിൻ്റെ ഒരു ലോക്ക് ആവുന്ന ഒരു നോബുണ്ട്, അത് പൊട്ടിപ്പോയിട്ടായിരുന്നു. പിന്നെ നമുക്കിതിൽ റീസെൻ്റ്ലി ഞാനിത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോണിയുടെ സർവീസ് സെൻ്ററിലായിട്ട് തന്നെ. സർവീസ് നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്നാണ് പറയുള്ളൂ, ഭയങ്കര കിടിലൻ സർവീസ് ഒന്നും ഞാൻ പറയില്ല. കംപ്ലയിൻറ്റ്സ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഇതുവരെയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ആകെ ഈ സംഭവം മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഞാൻ മാറ്റണോ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ നല്ല കാശ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താ വെച്ചാൽ അടയില്ല കണ്ടോ,
ഒന്നാമത് ഇത് വെതർ സീലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടയില്ല. ഒന്നാമത് ഞാൻ വിചാരിച്ചു ആദ്യം ഇത് പൊട്ടിച്ചോളാം വിചാരിച്ചു, ഇത് തീരെ അടയില്ല, ഇങ്ങനെ പൊന്തിട്ടിരിക്കും കണ്ടോ. അതാണ് ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെയായിട്ട് വന്നതെന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് HDMI പോർട്ട് വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട് ത്രൂ ആണ് ചാർജ് ചെയ്യുന്നത്. ചാർജിങ് സ്ലോ ആണ്, ഭയങ്കര ഫാസ്റ്റ് ഒന്നും പറയാനില്ല. പിന്നെ നമുക്കിവിടെ ഒരു മൈക്ക് ഇൻപുട്ടും വരുന്നുണ്ടല്ലോ, മൈക്ക് ഔട്ട്പുട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ലെൻസ് അല്ലെങ്കിൽ കിറ്റ് ലെൻസ് എന്ന് പറയുകയാണെങ്കിൽ 16 to 50 mm ഒരു പവർ ലെൻസാണ് വരുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാനുള്ളൂ, ഭയങ്കര കിടിലെന്നൊന്നും പറയാനില്ല. പക്ഷെ എന്നാലും ആവറേജ് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര മിനിമൽ സംഭവങ്ങളുള്ളൂ കേട്ടോ. എന്താ പറയുക, പ്രത്യേകിച്ച് നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ആകെ നമുക്ക് റെക്കോർഡ് ബട്ടൺ വരുന്നുണ്ട്, ഷട്ടർ ബട്ടൺ വരുന്നുണ്ട്, സൂം ഇവിടെ വരുന്നുണ്ട്, പവർ സൂമിൻ്റെ. പിന്നെ നമുക്കൊരു മോഡ് മാറ്റാനുള്ള 3 ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് Z1, അതായത് അവരുടെ എന്താ പറയുക ബ്ലറാക്കാനുള്ള ഒരു സംഭവമാണ്, അത് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നോർമൽ സോണിയുടെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. മെനു, ഫംഗ്ഷൻ ബട്ടൺ, ജോയ്സ്റ്റിക് പോലെ സാധനം, പിന്നെ നമുക്ക് ഡിലീറ്റ് ബട്ടൺ, പിന്നെ നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസ് നോക്കാനുള്ള സംഭവം. അപ്പോൾ ഓവറോൾ നോക്കാൻ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ സുഖമാണ്, ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 69,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സോണി ക്യാമറാസ് ഇതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് R50 എന്ന് പറയുന്ന മോഡലാണ്. ഇതും ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നിങ്ങൾ വീഡിയോന് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്താൽ മതിയിട്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എന്താ പറയുക, വീഡിയോ ഫോക്കസ് പറയുമ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് Canon R50 നമുക്ക് നമ്മുടെ ഷോക്കേസ് മോഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറെ കാര്യം. പക്ഷേ ഇവരാണ് അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോൺ. ഇതിൽ നമുക്ക് പ്രൊഡക്റ്റ് ഷോക്കേസ് മോഡ് എന്ന സംഭവമൊക്കെ ഉണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ Canon പിടിക്കുന്നുണ്ടോ ഇതിലുണ്ട്. അപ്പോൾ ആ മോഡ്, അതുകൊണ്ട് ഞാൻ മെയിൻ പറയാൻ കാരണം കേട്ടോ. ഇതാണ് നമുക്കിതിൽ. പിന്നെ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ വരുന്നുണ്ട്, അത് Canon R50 വരുന്നുണ്ട് ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ. ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ പറയാൻ മറക്കണ്ട, ഞാനിത് റീസെൻ്റ്ലി വാങ്ങിച്ചാണ്, 1 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. പക്ഷേ എൻ്റെ ബിൽഡ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. എൻ്റെ ക്യാമറ ഉണ്ട്, ഓൾമോസ്റ്റ് 2 കൊല്ലമായി സാധനമാണ്. ഇത് കണ്ടാൽ ഞങ്ങൾ പറയാം 2 കൊല്ലമായിട്ടെന്ന്. അത്രയും നല്ല കിടിലായിട്ട് തന്നെ, ഭയങ്കര റഫ് യൂസ് ഒന്നും പറയാനില്ല, ഭയങ്കര എന്താ പറയുക, ഒരു മൈൽഡായിട്ട് യൂസ് അങ്ങനെയും പറയില്ല. നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ പർപ്പസിന് ആവശ്യമുണ്ട്. ഫോട്ടോസിനെ അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കാൻ അങ്ങനെയൊക്കെ സംഭവമായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി കാണാനൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്ക്രാച്ചസോ സംഭവം ഒരു സ്ക്രാച്ച് പോലും ഇതുവരെയായിട്ടും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ സ്ക്രീനുമേ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്, അത് മാത്രമല്ലാണ്ട് വേറെ സംഭവമൊന്നും ഒരു സംഭവം ഒട്ടിച്ചിട്ടില്ല. നമുക്ക് എക്സ്റ്റേണൽ ഫ്ലാഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓവർ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഗോഡോക്സിനെ, ഞാൻ റീസെൻ്റ്ലി ഗോഡോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരു ഗോഡോക്സിൻ്റെ 2500 രൂപയുടെ ആമസോണിലൊക്കെ ഉണ്ട് ചാർജബിൾ ഫ്ലാഷ്, സോണിക്കും കാനോണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെർഡിക്റ്റ് എന്ന് പറയാനുള്ളത്. നിങ്ങളൊരു 60,000 62,000 രൂപയ്ക്ക് ഒരു സോണി ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ, മിറർലെസ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ സാധനം ZV-E10 നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് എടുക്കാം കേട്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ല. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര കിടിലൻ ബാറ്ററി ലൈഫ് ഒന്നും പറയാനില്ല. അതും ഓൾറെഡി ഇരിക്കുന്നതിൻ്റെ ബാറ്ററി ചെറുതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്നത് ഞാൻ അടുത്ത് കാണിച്ചിട്ട്, ഇതും നമ്മുടെ ഒറിജിനൽ ബാറ്ററി തന്നെയുണ്ട്. ഞാൻ 2 കൊല്ലമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ എന്താ പറയുക ഇത് വരുന്നത്, ബാറ്ററി വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇത് കൂടെ തന്നെ ചാർജ് ചെയ്യാം, ടൈപ്പ് സി ചാർജിങ് വരുന്നുണ്ട്. അതല്ലാണ്ട് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ട്രൈപോഡിൻ്റെ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ലെൻസ് ഈ മൗണ്ടാണ്, ഏത് ലെൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോണിയുടെ അങ്ങനെ ഗുണമുണ്ട്, ഏത് ക്യാമറ വാങ്ങിച്ചാലും എല്ലാത്തിനും ഈ മൗണ്ടാണ്, ഏത് ലെൻസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ആക്ച്വലി ഒരു ലെൻസ് വേറെ എക്സ്ട്രാ വാങ്ങിച്ചാലൊന്നുണ്ട്. ഇതിൻ്റെ ലെൻസ് ഒരു ആവറേജ് എന്നാണ് പറയാനുള്ളൂ, ഭയങ്കര കിടിലെന്നൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി സംഭവമാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേറെ ലെൻസിലേക്ക് പോകാം. അപ്പോൾ ഈ കിറ്റ് ലെൻസുകളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ്, ഒരു ആവറേജ് പെർഫോമൻസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ റേറ്റ് കുറഞ്ഞാൽ തരുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ ഇതിനൊരു 14, 12, 10 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ സാധനം കിട്ടും. അപ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ബോഡി മാത്രമാണെങ്കിൽ 52 രൂപ 53 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബൈങ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 60,000 റേഞ്ചിൽ നിങ്ങൾക്കൊരു സോണി ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. ZV-E10 ലേറ്റ് 1 മോഡൽ കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്ക് 1992 റേഞ്ചിലേക്ക് പോകും. അപ്പോൾ എനിക്ക് അതിനായിട്ടും ഭേദം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു 67,000 എടുക്കുകയായിരിക്കും ലേറ്റസ്റ്റ് വന്ന സാധനം ഉണ്ടല്ലോ. എന്താ വെച്ചാൽ 92,000. പക്ഷേ ഇവരുടെ ഒരു ഫുൾ ഫ്രെയിം മോഡലും ഉണ്ട് ഈ ZV സീരീസിൽ, ZV-1 എന്ന് പറഞ്ഞിട്ട്. അതിന് നമുക്ക് ഇതേ ഡിസൈൻ തന്നെയാണ്, ടൈലും ഫ്ലാഷും വ്യൂ ഫൈൻഡറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് ഈ സാധനം എടുക്കുക. നിങ്ങൾ ഫോട്ടോഗ്രാഫിക്കാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ ഇതിലും വ്യൂ ഫൈൻഡർ ഇല്ല, അതുപോലെ തന്നെ ഫ്ലാഷും ഇല്ല. എനിക്ക് ഫ്ലാഷ് ഭയങ്കര
പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഫ്ലാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊരു എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 70 to 80% പറയും. മെയിൻ കാരണം ഇതിൽ ഫ്ലാഷ് ഇല്ല എന്നുള്ള സംഭവമാണ്. വ്യൂ ഫൈൻഡർ എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല, പക്ഷേ ഫ്ലാഷ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതില്ല ഇതിൽ, അതാണ് ഇതിലൊരു മെയിൻ ഡ്രോബാക്ക് എന്ന് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ തംസപ്പ് തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം ഇപ്പോഴും പോയി എടുക്കാം, ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഭയങ്കര എന്താ പറയുക ക്യുക്കായിട്ട് പറഞ്ഞു പോയതാണ്, നമ്മൾ ഭയങ്കര ലെങ്തി കൂട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം, ബൈ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ Canon R50 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുമ്പുള്ള നമ്മുടെ വീഡിയോ കമ്പാരിസൺ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇതിൻ്റെ ലെൻസ് ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആണ് കേട്ടോ. അത്രയുള്ള ഡിഫറൻസ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിനാകുമ്പോൾ പ്രൈസ് ഇതിനായിട്ട് കുറച്ച് കൂടുതലാണ്, ഒരു 10,000 രൂപ കൂടുതൽ വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അതിൽ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ഫ്ലാഷ് ഉണ്ട്, അതാണ് മെയിൻ സംഭവം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം, അടുത്ത കാണാം.